രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവും പുറവും നല്ല സ്റ്റിഫാണോ? നടുവേദന കാരണം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ കുറച്ചു നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്താൽ വേദനയും മുറുക്കവും കുറവുണ്ടോ? പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ തുടർച്ചയായി നടുവേദന വരുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു സാധാരണ നടുവേദനയാണെന്ന് കരുതി അവഗണിക്കരുത്. ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് എന്ന രോഗത്തിന്റെ ലക്ഷണമാകാം. എന്താണ് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്? അതെങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ അത് പരിഹരിക്കാം, വിശദമായി പറഞ്ഞു തരാം. ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് എന്നത് പ്രധാനമായും നട്ടെല്ലിനെയും സാക്രോഇലിയാക് ജോയിന്റിനെയും ബാധിക്കുന്ന ഒരു ദീർഘകാല ഇൻഫ്ലമേറ്ററി രോഗമാണ്. സാധാരണ നടുവേദനകളിൽ റെസ്റ്റ് എടുത്താൽ വേദന കുറയും. എന്നാൽ ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസിൽ പലപ്പോഴും ഇത് നേരെ മറിച്ചാകാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവേദനയും സ്റ്റിഫ്നെസ്സും കൂടുതലായിരിക്കും. കുറച്ച് നടക്കുകയും ശരീരം അനക്കുകയും വ്യായാമം ചെയ്യുകയും ഒക്കെ ചെയ്താൽ ആശ്വാസം കിട്ടും. റെസ്റ്റ് എടുത്താൽ ചിലരിൽ വേദന കൂടുകയും ചെയ്യാം. ഇത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന കാര്യം, ഇത് മിക്കപ്പോഴും ചെറുപ്പത്തിൽ തന്നെ തുടങ്ങാം. 3 മാസത്തിലധികമായി തുടരുന്ന നടുവേദന, രാവിലെ നീണ്ടു നിൽക്കുന്ന സ്റ്റിഫ്നെസ് അഥവാ മുറുക്കം, രാത്രിയിൽ നടുവേദന കാരണം ഉറക്കമുണരുക, ബട്ടക്സിന്റെ ഭാഗത്ത് മാറി മാറി വേദന വരിക തുടങ്ങിയവ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലരിലാകട്ടെ നടുവേദന മാത്രമല്ല ഉണ്ടായിരിക്കുക, കണ്ണ് പെട്ടെന്ന് ചുമക്കുക, കണ്ണുവേദന, വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരാം. പലരും ഇത് വർഷങ്ങളോളം ഒരു സാധാരണ നടുവേദനയാണെന്ന് കരുതി അവഗണിക്കാറുണ്ട്. ശരിയായ സമയത്ത് ഡയഗ്നോസിസ് നടത്തി ചികിത്സ ആരംഭിച്ചാൽ വേദനയും സ്റ്റിഫ്നെസ്സും നിയന്ത്രിക്കാനും ശരീരത്തിന്റെ മൂവ്മെന്റ് നിലനിർത്താനും രോഗത്തിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാനും സാധിക്കും. ചികിത്സയ്ക്കൊപ്പം വ്യക്തിക്ക് അനുയോജ്യമായ സ്ഥിരമായ വ്യായാമങ്ങളും സ്ട്രെച്ചിങ്, പോസ്ചർ ട്രെയിനിങ് ഇവയും വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറുപ്പക്കാരിൽ മാസങ്ങളായി തുടരുന്ന നടുവേദനയുണ്ടെങ്കിൽ വേദന എപ്പോൾ വരുന്നു, റെസ്റ്റ് എടുത്താൽ കൂടുന്നുണ്ടോ, എക്സസൈസ് ചെയ്താൽ കുറയുന്നുണ്ടോ, മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തി ആവശ്യമായ പരിശോധനയിലൂടെയാണ് കാരണം കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ ബാക്ക് പെയിൻ റെസ്റ്റ് എടുത്താൽ കുറയുന്നുണ്ടോ, അതോ വ്യായാമം ചെയ്താലോ കുറച്ച് നടന്നാലോ ആണോ കുറയുന്നത്? കമന്റ് ചെയ്യൂ. ചെറുപ്പത്തിൽ തന്നെ തുടർച്ചയായി നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരാം. ആ വീഡിയോയ്ക്കായി അക്കൗണ്ട് ഫോളോ ചെയ്യൂ.